1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800120. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ കൊച്ചെ? 24 മണിക്കൂർ പെൻസിലും പേപ്പർ വെച്ച് പടം വരെയാണ്. എന്നെ പാറു ആ പഠിക്കാനുള്ള ബുക്കൊക്കെ ഒന്ന് പൊടി തട്ടിയെങ്കിലും വെക്ക്. മൊത്തം പൂത്ത് കാണും ഇപ്പോ. ആണോ? ഞാൻ ഇവിടെ നിന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുവല്ലായിരുന്നോ? കേട്ടില്ല? ഞാൻ ഒന്നും കേട്ടില്ല. ആ കേക്കൂല. വരവരിപ്പോ ഒന്നും കേക്കില്ലല്ലോ. അതാണല്ലോ ഇവിടുത്തെ രീതി. ചേച്ചി എവിടെ പോവാൻ വന്നയാ? നീ ഇപ്പൊ എന്നെ പറഞ്ഞു വിടാനൊന്നും നോക്കണ്ട പാറുവേ. സൗകര്യമില്ല ഇപ്പൊ തരാൻ. എന്തുവാടെ രാവിലെ തന്നെ പ്രശ്നം? എന്തുവാ? ഞാൻ മര്യാദയ്ക്ക് വരച്ചോണ്ടിരിക്കായിരുന്നു. ചേച്ചി എന്റെ പേപ്പർ തട്ടിപ്പറിച്ചു. ചേച്ചിക്ക് വേറെ ഒരു പണിയും ഇല്ലേ? നന്നായിട്ട് അറിയാലോ സ്വഭാവം. നന്നായിട്ട് അറിയാലോ സ്വഭാവം. ഇനി എന്നെ കുറ്റം പറ. അയ്യോ, നമ്മളൊന്നും പറയില്ലേ. എന്നാ പഠിക്കാൻ വേണ്ട, ഒന്നും ചെയ്യണ്ട. 24 മണിക്കൂർ പടം വരച്ചോണ്ടങ്ങ് നടന്നോ. ആരും കൊച്ചിന്റെ കാര്യമൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട കേട്ടോ. എന്തെങ്കിലും പറഞ്ഞു ചേട്ടാ നോക്കി, ചേച്ചി പറഞ്ഞാലും കാര്യമുണ്ട്. ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞു. ഇതെന്താണ് എപ്പോഴും പടം വരച്ചോണ്ടിരിക്കുന്നേ? നിനക്കൊന്നും പഠിക്കാനില്ലേ? ഞാൻ പഠിക്കുന്നൊക്കെ ഉണ്ട്. അയ്യോ, പഠിച്ചാൽ നിനക്കും ഉള്ളു, അത്രേ ഉള്ളൂ. പിന്നെ ഈ മൂത്തവരെന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഇങ്ങനെ തർക്കുത്തരം പറയാണ്ടിരിക്കും. വേറെ ആരോട് പറഞ്ഞാലും പോട്ടെ, ചേച്ചിയോട് പറയാണ്ടിരിക്കും. നീ ഒരു കാര്യം ആലോചിക്കണം, ഈ വീട്ടിൽ നിന്റെ കാര്യം ഏറ്റവും കൂടുതൽ നോക്കുന്നത് ചേച്ചിയാണ്. നിനക്കണ്ടല്ലോ, നിനക്ക് ചെറിയ കുഴപ്പമൊന്നുമല്ല, നിനക്ക് സ്വാതന്ത്ര്യം കൂടുതൽ തന്നതിന്റെ കുഴപ്പമാണ്. സ്വാതന്ത്ര്യം കൂടുതലുള്ളത് ചേച്ചിക്കാ. ഞാൻ പറഞ്ഞ് തർക്കുത്തരം പറയില്ലേ നേട്ടല്ല. എന്താണ് മക്കളെ, നിങ്ങൾ കളിച്ച് തിരിച്ചിരിക്കുകയും ചെയ്യും, അതിൻ്റെ ഇടയ്ക്ക് അടിക്കും കൂടും. ആരാ ഇവിടെ വഴക്കുണ്ടാക്കുന്നേ? അയ്യോ, ആരും ഇവിടെ വഴക്കുണ്ടാക്കാറ്? അതൊരു വർത്താനം ചേച്ചി. ചുമ്മാ എന്നെ കുറ്റം പറയും. ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാൻ എന്തെങ്കിലും മിണ്ടിയ പിന്നെ അത് മതിയല്ലോ. ചേച്ചി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് കിടന്ന് ബഹളം ഉണ്ടാക്കാനായിട്ട്. പാറു, എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല അമ്മൂമ്മ. എല്ലാവർക്കും എളുപ്പം ഞാനാണല്ലോ, അതുകൊണ്ട് എന്നെ ഓരോന്ന് പറയും. പ്രശ്നം ഞാൻ പറയാം അമ്മൂമ്മ. ചേച്ചി വന്നിട്ട് എന്തോ പറഞ്ഞു, പഠിക്ക് എപ്പോഴും പടം വരച്ചോണ്ടിരിക്കല്ലേ എന്ന്. ഇവളെന്തോ തർക്കുത്തരം പറഞ്ഞു. ചേച്ചിക്ക് നേരിട്ട് വിഷമമായി, ചേച്ചി കയറിപ്പോയി. പാറു, കൊറേ ആയിട്ട് ഞാൻ നിന്നെ വെറുതെ വിട്ടേക്കുവാ. ഇനി എന്റെ പഴയ സ്വഭാവം എന്നെ കൊണ്ട് എടുപ്പിക്കരുത് കേട്ടാ. അയ്യോ, നിന്റെ പഴയ സ്വഭാവം പിള്ളേരോട് എടുക്കാനൊന്നും വേണ്ട. ശങ്കര, നിനക്ക് ഈ പിള്ളേരുടെ സ്വഭാവം അറിയാൻ വയ്യാത്തത് കൊണ്ടാ. ആരെങ്കിലും ഒക്കെ ശ്രദ്ധിക്കാനില്ലെങ്കിലേ ഈ പിള്ളേരുടെ സ്ഥിതി എന്താവും? ശ്രദ്ധിച്ചിട്ട് തന്നെ ഇങ്ങനെ. ഇനിയിപ്പൊ ശ്രദ്ധിക്കാണ്ട് കൂട്ടിരുന്നാ തീർന്ന്, പറയണ്ട. പടം വരയ്ക്കുന്നതാണല്ലേ പ്രശ്നം. പാറു, തീർന്നില്ല ഇപ്പോ? കണ്ടല്ലോ, സ്വഭാവം കണ്ടല്ലോ, കണ്ടില്ലേ? പേപ്പർ വലിച്ചു കീറുക, നല്ല സ്വഭാവം മാറൂ. അപ്പോൾ കൊച്ചു കുട്ടിയല്ലേ മക്കളെ. അയ്യോ, കൊച്ചു കുഞ്ഞിന്റെ വായിന്ന് വരുന്ന വാക്കുകൾ കേൾക്കണം. ഇതാണ് പറയണ തല്ലി വളർത്തണമെന്ന് പിള്ളേരെ. പിള്ളേർക്കൊക്കെ ഭയങ്കര ദേഷ്യമാണ്. നല്ലതാന്ന് പറഞ്ഞു ഇപ്പം എല്ലാം കീപ്പോട്ടായി. എനിക്ക് വയ്യേ വയസ്സുകാലത്ത് ഇതിനെ ഒന്ന് നിയന്ത്രിക്കാൻ. அம்மா பாரு சின்ன குழந்தை தானே, அவ வரைஞ்சிட்டு இருக்கும் போது சுத்தம் நடக்கிறது ஒண்ணுமே அவளுக்கு தெரியாதம்மா. அதனாலதான் அவ பேப்பர் எல்லாம் கிழிச்சு போட்டான். എടുങ്ങമ്മ. ദേഷ്യം ഉണ്ടെന്നും പറഞ്ഞോണ്ട് പേപ്പർ വലിച്ചു കീറാവോ? ഞാനും ശങ്കരനും അവിടെ ഇരിക്കുവാ. കനകം കണ്ടില്ലല്ലോ അവള് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നത്. அம்மா இங்க எல்லாரும் ரொம்ப பாசமா மரியாதையா இருப்பாங்க. ஆனா கோபம் வந்ததுன்னா அவ்வளவுதான், ரொம்ப கோவப்படுவாங்க. என்ன செய்வாங்கன்னே தெரியாது. അത് ഞാൻ വന്ന ഉടനെ തന്നെ എന്തിനാ ആന്റി എന്നെ നോക്കി പറയണേ? ஐயோ, நான் ஜெனரலா சொன்னேன் லட்சு, நான் ஒண்ணு பார்த்தெல்லாம் சொல்லல. ആന്റി ഉള്ള മെഴുകൊന്നും വേണ്ട. കിട്ടുന്ന അവസരത്തിലേ എന്നെ ഇടയ്ക്കിടയ്ക്ക് താങ്ങുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വിട് 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 ലച്ചു, അത് വിട്. ഇനി അത് പറഞ്ഞ് ദേഷ്യപ്പെടാൻ നിൽക്കണ്ട. ലച്ചു, പാറു എന്തേ? അതെങ്ങോട്ടെങ്കിലും പോട്ടെ, എന്റെ അടുത്ത് എന്തിനാണ് പാറുവിന്റെ കാര്യം ചോദിക്കുന്നത്? വരവരിപ്പ് അവൾ എന്റെ അനീതിയല്ല, ചേച്ചിയായിട്ടാ വന്നെ.
കുറച്ച് വർഷം കൂടെ കഴിയട്ടെ, അവൾ എന്നെ മെക്കിട്ട് കൈമുക്കി തുടങ്ങുമല്ലോ. അതൊന്നും സാരമില്ല, ഞാൻ നോക്കിക്കോളാം. നോക്കും. என்ன லெச்சு இது? பாரு உங்ககிட்ட எவ்வளோ பாசமா இருக்கா. நீங்க சிஸ்டர்ஸ் மாதிரியா பழகுறீங்க, ஃப்ரெண்ட்ஸ் மாதிரி தானே பழகுறீங்க. என்ன லெச்சு விடுறா. ആ പഴുകലൊക്കെ നിർത്തിയെന്നാണ് ഞാൻ പറഞ്ഞു വരണേ. ഓണപരീക്ഷ മാർക്കിങ് വരട്ടെ, അവള് വരും കുറെ മുട്ടയും കൊണ്ട്. അതൊന്നുമില്ല, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. അമ്മൂമ്മ കൂടുതൽ അവള് അതിൽ ഇടപെടുകയൊന്നും വേണ്ട. അവളിപ്പോ വലിയ അമ്മച്ചിക്കാരിയായിട്ടാണ് വന്നത്. ഓ അമ്മച്ചിക്കാരി തന്നെ. ചേച്ചിക്ക് എനിക്ക് ആടി മേടിച്ചു തന്നാലേ ചേച്ചിക്ക് സമാധാനമാകത്തുള്ളൂ. ഓ മാഡം പുസ്തകം എടുത്തോണ്ട് വന്ന ആ വാദിക്കാൻ നിന്ന് ഞങ്ങളൊക്കെ പറയുന്ന കേട്ടോണ്ടിരിക്കുവായിരുന്നല്ലേ. ചേച്ചി ജോലിയാണെന്നും പറഞ്ഞോണ്ട് ഇവിടെ വന്ന് നിന്നിട്ട് കുറ്റം പറയാണല്ലേ എന്നെ. നീ എന്താന്ന് വെച്ചാ ചെയ്യ്, എനിക്കെന്താ? ഞാൻ ചെയ്തോളാം, പക്ഷെ ചേച്ചി എന്നെ കുറ്റം പറയരുത്. എന്റെ പൊന്നു പാറു, നിനക്ക് രാവിലെ തന്നെ എന്താണ് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ലേ? എന്നാ പോയിരുന്ന് പഠിക്ക്, ചെല്ല് പോ. ചേച്ചി ഇതുവരെ പഠിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ ഞാൻ. ഞാൻ പറഞ്ഞില്ലേ വരെ ഇപ്പൊ പാറുവിന്റെ അടുത്ത് ഒരു വാക്ക് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പാറു മോൾ അപ്പുറത്ത് പോയേ. பாரு செல்லுமா போய் படி. ദേ എല്ലാവരും പറഞ്ഞ കേട്ടല്ലോ, നീ പോയിരുന്ന് പഠിക്കാൻ നോക്കിയേ. നീയേ ഇവിടെ ശരിയാവൂല, പോ ചെല്ല് ചെല്ല്. ചേച്ചി മാറിയേ. ചേച്ചി എന്തിനാ എന്നെ തള്ളുന്നേ? മൂത്തവര് കൈ വെക്കുന്ന പലതവണ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിക്ക് എന്നെ തല്ലണോ? തല്ലാൻ ചേച്ചി എന്നെ തല്ലി കഴിഞ്ഞാലല്ലേ സമാധാനമാകത്തുള്ളു. ചേച്ചിക്ക് ആരുടെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ അങ്ങനെയാ. ഇത്രയും ദിവസം കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ എല്ലാരും വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ദൈവമേ, ഇവിടുന്ന് മാറിയിരിക്കാനും പറ്റത്തില്ലല്ലോ. എന്റെ അപ്പൂപ്പൻ പോയി, അല്ലെങ്കിൽ അപ്പൂപ്പനടുത്ത് പോയി നിൽക്കാനും. മക്കളിങ്ങനെ കരയരുത് കേട്ടോ. അപ്പൂപ്പല്ലേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പിള്ളേ ആരും മഴക്ക് പറഞ്ഞു പോരുത്. ആ മക്കള് വാ മക്കളെ വാ. ലച്ചു, ലച്ചു പറഞ്ഞോ. സത്യം പറ, നീ എന്തോ രാവിലെ കൊച്ചിനെ ചെയ്തേ? ഇപ്പൊ ഞാൻ ചെയ്തെന്നായ? അല്ല, നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാ. വിശ്വസിക്കണ്ട, എന്നെ ആരും വിശ്വസിക്കണ്ട. മക്കളെ കരയാതെ മക്കളെ. മക്കളെ വഴക്ക് പറഞ്ഞാല് ചേച്ചിമാരല്ലേ വഴക്ക് പറഞ്ഞത്? ചേച്ചിമാര് പറഞ്ഞാൽ നമുക്കങ്ങ് ക്ഷമിക്കാം, കുഴപ്പമില്ല. ചേച്ചിയല്ലേ മക്കളെ. കരയാതെ മക്കളെ. എന്നെ സ്നേഹിക്കുകയും ചെയ്യും, എന്നെ കളിപ്പിക്കുകയും ചെയ്യും. എന്റെ മെയിൻ ആള് ലജ്ജിയാ. മക്കളെ, ഇവിടെ ഏറ്റവും കൂടുതൽ വഴക്ക് കേട്ടിട്ടുള്ള ആരാണ്? ഞാൻ. അല്ല, ലച്ചു. നോക്ക്, ഈ ചേച്ചിയും ശിവയും കൂടെ എന്തുമാത്രം ചേച്ചിയെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അത് കയ്യിലിരിപ്പോണ്ട. ഇപ്പൊക്കെ എന്തോ നോക്കണേ. ഓ, അപ്പൂപ്പന്റെ കാലത്ത് അപ്പൂപ്പന്റെ അച്ഛൻ അടിച്ചിട്ടുള്ളതാണ് അടി. അപ്പൂപ്പന്റെ അച്ഛൻ അപ്പൂപ്പനെ അടിച്ചിട്ടുണ്ടോ? അയ്യോ, അടിച്ചിട്ടുണ്ടോന്നോ? എന്റെ പൊന്നി, എന്തൊരു കൈ കിട്ടിയാലും കൊടുത്ത് അടിച്ചാൽ. മമ്മൻ്റെ കൈ നീറ്റും കൊല എന്ന് പറഞ്ഞാൽ എന്തിരുന്നറിയാമോ മക്കൾക്ക്? ഇല്ല. ഈ ഉറുമ്പെല്ലാം കൂടെ കൂടുകൂട്ടിരിക്കുന്നത് ഈ മരത്തിൽ കാണും. അതിനെ വലിച്ചു പിടിച്ചു അടിക്കുമ്പോ ദേഹം മൊത്തം ഉറുമ്പ് മക്കളെ. അപ്പൊ ഉറുമ്പ് കടിക്കത്തില്ലേ? കടിക്കൂല എന്നാ, കടിച്ച് പിച്ചുകളയും മക്കളെ. അപ്പൂപ്പന്റെ അച്ഛന്റെ അടിയെ പേടിച്ച് അപ്പൂപ്പൻ 2 ദിവസം വരെ കട്ടിന്റെ മുകളിൽ ഒളിച്ചിരുന്നു. ആഹാരം പോലും കഴിച്ചിട്ടില്ല. അതിന് മാത്രം അപ്പൂപ്പൻ എന്താ ചെയ്തേ? ഓ, എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കടയിൽ പോയിട്ട് താമസിച്ച് വന്നാൽ അടിക്കും. പിന്നെ പശുവിന് പുല്ല് വരത്തില്ലെങ്കിൽ അടിക്കും. അപ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രോഗ്രസ് കാർഡ് ഒപ്പിട്ട് കൊടുത്ത് അപ്പൂപ്പൻ്റെ അച്ഛൻ ഒപ്പിടാനുള്ളതിന് അപ്പൂപ്പ ഒപ്പിട്ട് കൊടുത്ത് അതിനെ അടിച്ച്. എന്തൊരു പറയാൻ, ആരെങ്കിലും ഈ അപ്പൂപ്പനെ പറ്റി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനും അടിക്കും. ആണോ അപ്പൂപ്പ? പിന്നല്ലാതെ മക്കളെ, പണ്ടുള്ളവന്മാരെ ദേഷ്യം തീർക്കുന്നത് പിള്ളേരുടെ അടുത്താണ്. 30 പേരും ദുഷ്ടന്മാരായിരിക്കും മക്കളെ. അപ്പൊ ഇത്രയൊക്കെ അറിഞ്ഞിട്ടാണല്ലേ അപ്പം പാവം തങ്കമ്മ പൊതിരെടുത്ത് വെച്ച് തല്ലിയിരുന്നത്, കുടിച്ചും അല്ലാണ്ടും. അത് മാത്രോ? തങ്കമ്മനെ വെട്ടാൻ വേണ്ടി വെട്ടി കത്തിയും കൊണ്ട് ആ വയലുവാരം മൊത്തം ഓടിച്ചത് ഓർമ്മയുണ്ടാ? അല്ല മക്കളെ, അതെന്തെന്നറിയാം, അവളെ സംസാരം ശരിയല്ല, അതാണ് അപ്പൊ പോടില്ല. അല്ല വേറെ ഒന്നുമല്ല.
അവളെ സംസാരം ശരിയല്ല. ആ ഇതൊക്കെ പറഞ്ഞു തൊള്ളയാണോ? സത്യാണോന്നോ? ആയ കാലത്ത് ശങ്കരൻ തമ്പി ആരായിരുന്നു? അച്ചുവായി കുമാരി. അപ്പൂപ്പ നമുക്ക് പുറത്തു പോയിരിക്കാം. ഓ ആ അത് കൊള്ളാം. അതാകുമ്പോഴത്തേക്കും അപ്പൂപ്പന്റെ മടി കയറി ഇരുന്നാ മതിയല്ലോ. ഇന്നത്തെ ഫുൾ ദിവസം പഠിക്കണ്ടല്ലോ. നൈസ് അടവ്. ചേച്ചി എന്നെ ശ്രദ്ധിക്കാറില്ലല്ലോ. ചേച്ചി ഫുൾ ടൈം ചെന്നൈയിലല്ലേ? ഇല്ലടി, ഞാൻ എന്റെ പഠിത്തം നിർത്തി ഇവിടെ വന്ന് നിൽക്കാൻ നിന്നെ നോക്കാൻ വേണ്ടിട്ട്. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പൂപ്പ അടുത്തത് അപ്പൂപ്പനെ കൂട്ടുപിടിച്ചേക്കുവാ. ആ എൻ്റെ കൊച്ചിനൊന്നും പറയല്ലേ. ആ എനിക്കത് പിടിക്കൂല. ആ അപ്പൂപ്പ ഞാൻ കുറച്ച് ദിവസേ അങ്ങ് ആരിനാട് വന്നിരിക്കട്ടെ. അപ്പൂപ്പിന് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമുണ്ട്. എന്റെ അപ്പൂപ്പ ഇവളെയും കൊണ്ട് പോയണ്ടല്ലോ. അപ്പൂപ്പന് ഇടയ്ക്കിടയ്ക്ക് പറയാറില്ല മദീന ഹോട്ടല്. അവിടെ അപ്പൂപ്പന്റെ വീടിന്റെ ആധാരം പണയം വെക്കേണ്ട വരും. ഓ ഭയങ്കര കോമഡി ആയിരുന്നു. എന്നാ പിന്നെ ചിരിക്കിരുന്ന്. മക്കളിരുന്ന് പഠിക്ക്. അപ്പം പുറത്ത് പോയിട്ട് വരാം. എന്ത് എവിടെ പോണ്? ആ കടവരുന്ന് പോയിട്ട് വരച്ചു മക്കളെ. വന്നിട്ട് അപ്പൂപ്പൻ വന്ന ശേഷം കല്ല കഥകൾ പറഞ്ഞു തരാം. എന്ത് പഴയ കഥ? പാട്ടി തന്നെ പഴയ കഥ. ഇപ്പം പോയിട്ട് വരാം. എന്ത് ആ മിസ്റ്റർ ശങ്കരൻ തമ്പി, ഇങ്ങോട്ടാണ് പോക്ക്? ഞാൻ ഒരിടം മോനിൽ എവിടത്തേക്കൊക്കെ എന്നെ കാണും. കണ്ടാ കൊള്ളാം. എന്തൊരു കഷ്ടോടാ. ഞാൻ ഇതാ ഒരിടം പോണില്ല. എന്ത് ചിരിച്ചോണ്ടിരിക്കുന്ന? പഠിക്കാനൊന്നുമില്ലേ? ഓ ഇനി എന്റെ നെഞ്ചത്തോട്ട് കയറി വാ. വാ വാ, ബുക്ക് എടുത്തുണ്ടോ? ചെല്ലി വാ വാ വാ. ഓ പഠിപ്പിക്കുവാ. ആ പഠിപ്പിക്കാം. പാറുവേ, പാറു, പാറുവേ, പാറു. പാറുവേ, പാറു, വിടാ വിടാ, നീ വാ. അപ്പൂപ്പ അപ്പൂപ്പൻ വിളിച്ചപ്പോ ഞാൻ വിചാരിച്ച് ഞാൻ സ്വപ്നം കണ്ടേണം. ആ നീ വാ. കണ്ടോ നമുക്ക് കാറ്റാടി മക്കളിങ്ങനെ ഓടിച്ചു ഇങ്ങനെ നടന്നു പോകുമ്പോഴേക്ക് നല്ല സ്പീഡിൽ കറങ്ങും. കേട്ടാ അതുകൊണ്ട് ഇത് കണ്ണാടി നോക്ക്, കണ്ണിൽ വയ്ക്കുന്ന കണ്ണാടി. കണ്ടാ കണ്ടാ? ആ വാച്ച്, വാച്ച് കൈ കെട്ട വാച്ച്. വാച്ച് ഉണ്ടാക്കണ ഇതെല്ലാം എനിക്കാണോ? എല്ലാ മക്കൾക്കാണ്. വേണ്ട പാമ്പ്, പാമ്പ് കണ്ടാ? ഇതിന് കണ്ട് വേണ്ട കണ്ടാ? പൂവറിക്കാൻ കൊണ്ടുപോവാ. പൂവറിക്കാൻ കൊണ്ടുപോവാണ് കൂട. എങ്ങനെയുണ്ട്? എന്നാ കൂട മക്കൾക്ക് പൂവറിക്കാൻ കൊണ്ടുപോവാ. പൂവറിച്ചിട്ടില്ല. പണ്ടൊക്കെ നമ്മൾ കൊച്ചു കുട്ടികൾ വിഷമിച്ചിരിക്കുമ്പം കരയുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് അറിയാമോ? നോക്ക്, ഇതേപോലത്തെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഓഹോ, എന്നിട്ട് നമ്മൾ ആരും വിഷമിച്ചിരുന്നപ്പോഴും കരഞ്ഞപ്പോഴും പിണങ്ങിയപ്പോഴും അപ്പൂപ്പനൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ. ഇനി ഇതായിരിക്കും പ്രശ്നം. ஹாய் இதெல்லாம் எவ்வளோ அழகா இருக்கு. അപ്പൂപ്പ ഇനി കനയാതി ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോഴേ ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ. എന്റെ ശങ്കര, നിനക്ക് ഇത്രയും കലാബോധമൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ചേ നിനക്ക് കുടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ആനി എന്റെ വായിന്നൊന്നും കാക്കല്ലേ, കുടിക്കാൻ മാത്രം. അപ്പൂപ്പ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷെ ഇതൊക്കെ ഇച്ചിരിയും കൂടെ പീക്കിരി പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങളല്ലേ? എനിക്ക് എന്തിനാ ഉണ്ടാക്കി തന്നേന്നായിരിക്കും. എനിക്ക് 50 വയസ്സായല്ലോ. അതെ, നീ 50 വയസ്സുള്ള കൊച്ചുകുട്ടി. ചേച്ചി 90 വയസ്സുള്ള മുതിക്കുക. കൊച്ചേ ஐயோ ரெண்டு பேரும் சண்டை போடாதீங்க, அமைதியா இருங்க. അമേധിയായിരിക്കാൻ പറ്റത്തില്ലല്ലോ. ചേച്ചിക്ക് ആരുടെയെങ്കിലും മുതിർത്തയാറുണ്ട്? പാറുവിന് നാക്കുണ്ടല്ലോ ഇങ്ങനെ കിടുകിടാന്ന് ഇങ്ങനെ അരിഞ്ഞിട്ട് ആ പാറപടൽ മീൻ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കണം. നോക്കിക്കോ, ചെയ്യ ഞാൻ ഒരു ദിവസം. അപ്പൂപ്പ നമുക്കേ പാറമഴയുടെ സൈഡിൽ പോയിരിക്കാം. ഓ അതേനോ. ആ പിന്നെ ചെല്ലങ്ങോട്ട്. അപ്പൂപ്പന് വയ്യ മക്കളെ. വയ്യാന്നും പറഞ്ഞ് ഇവിടെ പിടിച്ചിരുത്താൻ പറ്റത്തില്ല. അപ്പൂപ്പ വാ. ആ ശരി പോവാം.
ഇനി അങ്ങോട്ട് പോകുമ്പോഴേ അവിടെ ചെല്ലുമ്പോ അവിടെ കാണാൻ ഭാസിയെ കണ്ടു കഴിഞ്ഞാൽ കൊച്ചിനെ കളഞ്ഞേച്ച് അതിന്റെ പുറകെ പോവരുത്. വായി മറ്റോ മര്യാദ ബാക്കിയാക്കണ്ട പോവും. അങ്ങനെ പൊയ്ക്കൊണ്ടല്ലേ ഇരിക്കുന്നു ഞാൻ. പോകാത്ത ഒരാള് ഒന്നും പോകത്തില്ല. നീ നാക്കെടുത്ത് വളച്ചായിരുന്നാൽ മക്കള് വാ 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 കളയല്ലേ. ഇതെന്താ വാ വാ മതി മതി മതി. അയ്യോ ഓ പയ്യ പോ, ഞാൻ വരണ്ടേ. സൂക്ഷിച്ചോണേ. ആഗമജംഗമ വസ്തുക്കളൊക്കെ കൊണ്ടുപോണ പോലെയാണോ കൊണ്ടുപോണത്? ചങ്ങഴി മുത്തുമായി കൂനി കൂനി വിണ്ണിലെ മുത്തശ്ശി വരുന്നുണ്ടേ. കാറ്റിന്റെ കൈതട്ടി താഴെ പോയി വെള്ളാരം മിനുങ്ങണ മഴമുത്ത്. കുന്നിന്മേലെ ഒന്നു വീണു ചന്നം പിന്നം രണ്ടു വീണു പിന്നെ പിന്നെ പെയ്തു പെരുത്തു പെരുമഴ ഒരു പുഴയായി. ഒരു ചങ്ങഴി മുത്തുമായി കൂനി കൂനി വിണ്ണിലെ മുത്തശ്ശി വരുന്നുണ്ടേ. കാറ്റിന്റെ കൈതട്ടി താഴെ പോയി വെള്ളം ഇരുങ്ങണ മഴമുത്ത്. എല്ലാം പറിച്ചാ. അപ്പൂപ്പൻ പണ്ട് എന്തൊക്കെ കളി കളിച്ചിട്ടുണ്ട്? അപ്പൂപ്പൻ പണ്ട് കുഴിപ്പന്ത് കളി കളിച്ചിട്ടുണ്ട്. കുഴിപ്പന്ത്, പിന്നെ പന്ത് കളി കളിച്ചിട്ടുണ്ട്, കുട്ടിയും കോലും കളിച്ചിട്ടുണ്ട്, പിന്നെ കച്ചികളി ഗോലി കളി കച്ചികളി, വേറെ ഒരുപാട് കളികളൊക്കെ കളിച്ചിട്ടുണ്ട് മക്കളെ. ഒന്നും അപ്പൂവിന് ഇപ്പോഴും ഓർമ്മയില്ല. ഓർമ്മയുള്ളതാണ് മക്കളടുത്ത് പറഞ്ഞത് കേട്ടാ. അപ്പൂപ്പ ഒളിച്ചും പാത്തും കളിച്ചിട്ടുണ്ടോ? അയ്യേ മക്കളെ, അത് പെൺകുട്ടിയുടെ കളികളല്ലേ. ആൺകുട്ടികൾ നല്ല ഉച്ചിലുള്ള കളികളാണ് കളിക്കുന്നത്. ഇപ്പൊ പെൺകുട്ടികളാണ് നല്ല ഉഷിരുള്ള കളികൾ കളിക്കുന്നത്. കാലം മാറിയില്ലേ മക്കളെ, ഒന്നും കഴിക്കണ്ടേ? നല്ല വിശപ്പുണ്ട്. അതിനെ പറഞ്ഞ് നോക്ക്, വീട്ടിൽ പോവാം, വല്ലതും കഴിക്കാം. പോവാം. വാ പോവാ മക്കളെ, വാ. അയ്യോ പോ. വാ. അപ്പൂപ്പ പണ്ട് അപ്പൂപ്പൻ പഠിക്കാനൊക്കെ എങ്ങനെയായിരുന്നു? മുഴുക്കനായിരുന്നല്ലേ. കള്ളം പറയല്ലേ. അങ്ങനെ പഠിക്കും, പക്ഷേ അപ്പൂപ്പൻ സ്കൂളിനെ കണ്ടാ ഓടി തള്ളികളയും. ഞാനും അതോടെ തന്നെ. മൂവന്തിത്തോപ്പിൽ വന്നീണങ്ങൾ നെയ്യുന്ന രാഗസുധാമയി നീയേ. കണ്ണിന്റെ സ്വത്തേ വന്നാട്ടെ, മണ്ണിന്റെ സത്തായി നിന്നാട്ടെ. പാറിന്റെ ബന്ധുവല്ലേ, രാപ്പകൽ ചേരുന്ന കണ്ണിയല്ലേ. തങ്കച്ചീലം വിട്ട ദേവത നീ, വർണ്ണപ്പാകിട്ടുള്ള ചാരുത നീ. വലം കയ്യിലെ ദീപത്തിൻ നല്ലോളിപ്പൂരം നീ, അങ്കണം തന്നിലോ വന്നൊരു. മക്കളെ മക്കളെ, എന്താ പപ്പാ? മക്കളെ ഞാൻ പോകണം. പോവാനിറങ്ങിയാ? ഓ അമ്മൂമ്മ അപ്പൂപ്പൻ പോവാനിറങ്ങിന്ന്. അമ്മൂമ്മേ, എന്താ പപ്പ ഇത്ര പെട്ടെന്ന് പോണ്? മകളെ, നമ്മുടെ വീടിൻ്റെ വടകോശം മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. ഇന്ന് അവളെ വൃത്തിയാക്കാൻ ഒരാൾ വരും. അപ്പം തങ്ക ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അവളെ കൊണ്ട് പറ്റിയൊന്നുമില്ല. ഞാൻ ചെന്നില്ലെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ട് പോണം മക്കളെ. അതിപ്പോ അപ്പൂപ്പൻ ചെന്നാലും ശരിയാവൂല. അതെന്തിന്? சங்கரமாமா நீங்க கொஞ்ச நாள் கழிச்சிட்டு போகலாமே, எதுக்கு இப்படி திடீர்னு போறீங்க? എനിക്കിവിടെ നിൽക്കണമെന്നൊക്കെ താല്പര്യമുണ്ട്. കാരണം അവിടെ നിൽക്കുന്നതിനെ കാട്ടി ഇവിടെ നിൽക്കുകയാണ് എനിക്ക് സുഖം. അവിടെ നിന്നാൽ എനിക്ക് യുദ്ധം കൂടാൻ വയ്യ. കൊറേ നാള് പാവം തങ്കമ്മയായിട്ട് യുദ്ധം ചെയ്തിട്ടേ അമ്മൂമ്മ കൊറേ ബുദ്ധിമുട്ടിച്ചതല്ലേ, അനുഭവിച്ചോ? എങ്കിലും എൻ്റെ പൊന്നു മക്കളെ, ഞാൻ ഇത് ഇത്രയും പ്രതീക്ഷിച്ചില്ല. കുറെ അനുഭവിച്ച്. ചെല്ലാൻ നോക്ക്, സമയത്തിന് എത്തണ്ടേ അവിടെ? എത്തണം മക്കളെ, ഇപ്പം പോയാലേ രാത്രിയെങ്കിലും അവിടെ എത്തുള്ളൂ. അപ്പം ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടാ? അപ്പം ഭവാനി, ഞാൻ അങ്ങോട്ട് പോട്ടാ? നീ വല്ലപ്പോഴും വരണേ. നിങ്ങളുടെ അങ്ങോട്ടൊക്കെ വരാത്തത്, വല്ലപ്പോഴും ഞാൻ അങ്ങോട്ട് വന്നാൽ മതിയാ. എടാ ഇതുങ്ങളെയൊക്കെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ വരാനാ? ആ
എനിക്ക് ആവതുള്ള കാലം വരെ ഞാൻ ഇങ്ങോട്ട് വരും. വീണു പോയാൽ നിങ്ങൾ അങ്ങോട്ട് വരേണ്ടി വരും. എന്തോന്ന് വർത്താനം അപ്പൂപ്പ പറയണേ? ശങ്കര, ഒരു യാത്ര പോകുമ്പോ ഇങ്ങനെയുള്ള വർത്താനം ഒന്നും പറയല്ലേ. ആ ശരി, അപ്പൊ ഞാൻ അങ്ങോട്ട് പോവേണം കേട്ടാ മക്കളാ. പോരെ അപ്പൂപ്പ അപ്പൂപ്പ ശരിക്കും പോവാണോ? മക്കളെ അപ്പൊ ശരിക്കും പോവേണ്. കുറച്ച് കഥയും കൂടെ പറഞ്ഞു തന്നിട്ട് പോ. ഓ മക്കളെ ഇനി വാ. അപ്പൊ പനി ഇനി വരുമ്പോ കുറച്ച് കഥകളൊക്കെ പറഞ്ഞു കേട്ടോ മക്കളെ. മക്കൾ ഇവിടെ നിൽക്കുന്നു. മോളെ കൂടെ നിന്നിട്ട് പോ. ഓ എൻ്റെ പൊന്നു മക്കളെ, അപ്പൂപ്പന് അവിടെ പോണം. അതുകൊണ്ടല്ലേ കേട്ടോ മക്കളെ. മക്കളെ ആ ഓ മക്കളെ പോയിട്ട് വരാം. കേട്ടോ മക്കളാ, അപ്പം പോയിട്ട് വരാം. ആ അപ്പം ശരി. അപ്പൂപ്പ ഓ പോയിട്ട് വരാം. അപ്പൂപ്പ പോവണ്ട. അപ്പൂപ്പ പോവണ്ട. പോവണ്ട അപ്പൂപ്പ. പോവണ്ട. ശരി, അപ്പൂപ്പ ഇന്ന് പോണില്ല, നാളെ പോണുള്ളൂ.